നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലപ്പിള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലി ഇറങ്ങിയത്. വീടിന് പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും പുലി ഭക്ഷിച്ച നിലയിലാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം എന്നിവരെയാണ് ED വീണ്ടും ചോദ്യം ചെയ്തത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ് നടന്നു. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. കടങ്ങോട് ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കമാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുന്നത്. പഴഞ്ഞി പട്ടിത്തടം റോഡിൽ വീടിന് തീപിടിച്ചു. ഓടേരിയിൽ അശോകിന്റെ വീടിനാണ് തീപിടിച്ചത്. വീടിന്റെ മുകളിൽ സൂക്ഷിച്ച ഉണങ്ങിയ മരക്കഷ്ണങ്ങൾക്ക് തീപിടിക്കുകയായിരുന്നു. എക്സൈസിലെ മാസപ്പടി വിവാദത്തിൽ എക്സൈസ് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. ബാർ ഉടമകളുടെ സംഘടനയാണ് മാസപ്പടി സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കലാമണ്ഡലം സന്ദർശിച്ചു. കേരള പദയാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. വേലൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വെങ്ങിലിശ്ശേരി സ്വദേശി കുറ്റിപ്പള്ളത്ത് വീട്ടിൽ 70 വയസ്സുള്ള തങ്കപ്പനാണ് മരിച്ചത്. കേച്ചേരി പാലത്തിനു സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. ചിറ്റന്നൂർ സ്വദേശി വെള്ളറയിൽ വീട്ടിൽ യൂസഫ് മകൻ ഫഹദ് യൂസഫിനാണ് പരിക്കേറ്റത്. ശിവരാത്രിക്ക് ആലുവയിലേക്ക് പ്രത്യേക തീവണ്ടി സൌകര്യമൊരുക്കി റെയിൽവേ. ശിവരാത്രി ദിവസമായ മാർച്ച് 8-ന് വൈകിട്ട് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് മറ്റ് സ്റ്റോപ്പുകൾക്ക് പുറമെ മുള്ളൂർക്കര, ഒല്ലൂർ, നെല്ലായി, കൊരട്ടി എന്നിവിടങ്ങളിൽ നിർത്തും. മലയാളത്തിന്റെ പ്രിയ നടി KPS ലളിത വിടവാങ്ങിയിട്ട് 2 വർഷം. മലയാള സിനിമാ ലോകത്തിന് പകരം വയ്ക്കാനില്ലാത്ത കലാകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമമർപ്പിച്ച് എങ്കക്കാട് ഗ്രാമവും ചലച്ചിത്ര ലോകവും. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൌഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ ദിക്കുകുടികൾ സ്ഥാപിച്ചതോടെയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവാൻ പഴുക്ക മണ്ഡപത്തിലാണ് എഴുന്നള്ളുക. സ്വീഡനിൽ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരിക്കാൻ യോഗ്യത നേടിയ എറിയാട് പേബസാർ സ്വദേശി സിയാവുൽ ഹക്കിന് നാടിന്റെ ആദരം. വോയ്സ് ഓഫ് പേബസാറിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ലോക പഞ്ചഗുസ്തി മെഡൽ ജേതാവ് AU ഷാജു ഉപഹാരം സമ്മാനിച്ചു. കാട്ടൂരിൽ നടന്ന തൃശൂർ ജില്ലാതല ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ 90+ കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയ 1-ാം കല്ല് സ്വദേശി MM മാധവിനെ CPM 1-ാം കല്ല് ബ്രാഞ്ച് കമ്മിറ്റി ആദരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് തങ്ങളുടെ അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രം മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച രമ്യ ഹരിദാസ് MPയുടെ രാഷ്ട്രീയ വിവേചനത്തിനെതിരെ കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. MP ഫണ്ട് ഉപയോഗിച്ച് 6 കോൺഗ്രസ് വാർഡ് കൌൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം ലൈറ്റുകൾ സ്ഥാപിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി NDA ചെയർമാൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പദയാത്ര നടത്തി. പൊതുസമ്മേളനം BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തിയിൽ ട്രെയിനിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് വീണ തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. നെയ്യാറ്റിൻകര മങ്ങാട്ടുമുറ്റം വീട്ടിൽ ഗംഗാധരൻ പിള്ള മകൻ 49 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. തീരദേശത്തെ ആദ്യത്തെ മാതൃകാ ശലഭോദ്യാനമൊരുക്കി എടത്തുരുത്തി പഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച്
പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി കോർപ്പറേഷന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒളരിക്കരയിലെ നവീകരിച്ച ഖാദി ഗ്രാമ സൌഭാഗ്യയുടെ ഉദ്ഘാടനം കേരള ഖാദി ഗ്രാമ വ്യവസായി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പട്ടയമേള തൃശൂരിൽ നടന്നു. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത്. മച്ചാട് മാമാകത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച മച്ചാട് കാർണിവൽ സമാപിച്ചു. സമാപന സമ്മേളനം വാണിജ്യ വ്യവസായ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ 46ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം പുറനാട്ടുകര CSU ഡയറക്ടർ പ്രൊഫസർ ഗോവിന്ദ പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപ്പുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് വീടിന്റെ താക്കോൽ കൈമാറി. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ. വരൾച്ചാ ഭീതിയിൽ കാർഷിക മേഖല. കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയം ആഘോഷിക്കുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കാരുമാത്ര വിജയൻ കാർമ്മികത്വം വഹിച്ചു. കാളിയ റോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുംവിളിയുടെയും ദഫ്മുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. മുകുന്ദപുരം താലൂക്ക് മൺപാത്ര കുടിൽ വ്യവസായ സഹകരണ സംഘം ചിറ്റിശ്ശേരിയിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. കേരള ഖാദി ഗ്രാമ വ്യവസായി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലക്കുടി ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.